ഇനി അടുത്ത് എന്താണ് ഒപെക്? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും ഉൽപ്പാദനവും നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വന്ന സംഘടനയാണ് ഒപെക് അഥവാ ഓർഗനൈസേഷൻ ഓഫ് പെട്രോൾ എക്സ്പോർട്ടിംഗ് കൺട്രീസ്. ഒപെക് എന്ന സംഘടന നിലവിൽ വന്ന വർഷം 1960. ഒപെക് രൂപീകരണത്തിന് വഴിതെളിച്ച സമ്മേളനമാണ് ബാഗ്ദാദ് സമ്മേളനം. ഒപെക്കിൻ്റെ ആസ്ഥാനമാണ് ആസ്ട്രിയയിലെ വിയന്ന. ഒപെക്കിലെ അംഗസംഖ്യ 13. ഒപെക്കിൽ അവസാനം അംഗമായ രാജ്യമാണ് കോംഗോ. 2018 കോംഗോ ഇതിൽ അംഗമായത്. ഒപെക്കിൻ്റെ ആദ്യ സമ്മേളന വേദിയാണ് ബാഗ്ദാദ്. 2009 പുറത്തുപോയ ശേഷം 2016 അംഗമായ രാജ്യമാണ് ഇന്തോനേഷ്യ. 2019 ജനുവരി 1 അംഗത്വം അവസാനിപ്പിച്ച രാജ്യമാണ് ഖത്തർ. 2020 ജനുവരി 1 അംഗത്വം അവസാനിപ്പിച്ച രാജ്യമാണ് ഇക്വഡോർ. ഇനി റെഡ് ക്രോസ്. യുദ്ധത്തിന് ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് റെഡ് ക്രോസ്. റെഡ് ക്രോസ് സ്ഥാപിതമായ വർഷം 1863. റെഡ് ക്രോസ് എന്ന സംഘടനയുടെ സ്ഥാപകനാണ് ഹെൻറി ഡ്യൂഡന്റ്, സ്വിറ്റ്സർലൻഡുകാരനാണ്. ഹെൻറി ഡ്യൂഡന്റിൻ്റെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1901. പ്രഥമ സമാധാന നൊബേൽ ജേതാവ് കൂടിയാണ് ഇത്. ആദ്യമായിട്ട് സമാധാനത്തിന് നൊബേൽ സമ്മാനം കിട്ടിയ വ്യക്തി കൂടിയാണ് ഈ ഹെൻറി ഡ്യൂഡന്റ്. ഡ്യൂഡന്റിൻ്റെ ജന്മദിനമായ മെയ് 8 അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നു. ആണവായുധങ്ങൾക്ക് സമ്പൂർണ്ണ വിലക്ക് ഏർപ്പെടുത്തിയ അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ്. യുദ്ധ തടവുകാരോട് മനുഷ്യത്വപരമായി ഇടപെടാൻ അനുശാസിക്കുന്ന റെഡ് ക്രോസിൻ്റെ പ്രേരണയാൽ രൂപം കൊണ്ട പെരുമാറ്റച്ചട്ടമാണ് ജനീവ കൺവെൻഷൻ. 1864 ജനീവ കൺവെൻഷൻ രൂപം കൊണ്ടത്. റെഡ് ക്രോസിൻ്റെ ആസ്ഥാനമാണ് ജനീവ. സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ് റെഡ് ക്രോസിൻ്റെ ആസ്ഥാനം. ലോക റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് 8. അന്നാണ് ഹെൻറി ഡ്യൂഡന്റിൻ്റെ ജന്മദിനം. റെഡ് ക്രോസിൻ്റെ ആപ്തവാക്യം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. ചാരിറ്റി ഇൻ വാർ വിത്ത് ഹ്യൂമാനിറ്റി ടുവേർഡ്സ് പീസ്. റെഡ് ക്രോസിൻ്റെ രൂപീകരണത്തിന് കാരണമായ യുദ്ധമാണ് സോൾഫെറിനോ യുദ്ധം. ഇനി ഹെൻറി ഡ്യൂഡന്റിനെ കുറിച്ച് ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഹെൻറി ഡ്യൂഡന്റിൻ്റെ പ്രസിദ്ധമായ പുസ്തകമാണ് എ മെമ്മറി ഓഫ് സോൾഫെറിനോ. 1862. 1859 സോൾഫെറിനോ യുദ്ധത്തിൽ പരിക്കേറ്റവരെ സഹായിച്ച വ്യക്തിയാണ് ഹെൻറി ഡ്യൂഡന്റ്. ഹെൻറി ഡ്യൂഡന്റ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1963. ഇസ്ലാമിക രാജ്യങ്ങളിൽ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസൻറ്റ്. റെഡ് ക്രോസിലെ നിലവിലെ ചിഹ്നമാണ് റെഡ് ക്രിസ്റ്റൽ. 2005 മുതലാണ്. റെഡ് ക്രോസിൻ്റെ പതാകയുടെ നിറം വെള്ള നിറത്തിലുള്ള പതാകയിൽ ചുവപ്പ് നിറത്തിലുള്ള കുരിശിൻ്റെ ചിത്രം ആലേഖനം ചെയ്തിരിക്കുന്നു. റെഡ് ക്രോസിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1917, 1944, 1963. ഏറ്റവും കൂടുതൽ തവണ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് റെഡ് ക്രോസ് സൊസൈറ്റി. അമേരിക്കൻ റെഡ് ക്രോസ് സ്ഥാപിച്ചത് ക്ലാര ബാർട്ടൺ 1881. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നിലവിൽ വന്ന വർഷം 1920. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റിയുടെ ആസ്ഥാനമാണ് ന്യൂഡൽഹി. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസൻറ്റ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് ജനീവയിലാണ്. അടുത്ത് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ആംനസ്റ്റി ഇന്റർനാഷണൽ നിലവിൽ വന്ന വർഷം 1961. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന സംഘടനയുടെ സ്ഥാപകനാണ് പീറ്റർ ബെനൻസൺ. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആസ്ഥാനമാണ് ലണ്ടൻ. ആംനസ്റ്റി ഇന്റർനാഷണലിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1977. 1978 ആംനസ്റ്റി ഇന്റർനാഷണലിന് മികച്ച മനുഷ്യാവകാശ പ്രവർത്തനത്തിനുള്ള UN അവാർഡ് ലഭിച്ചു. ആംനസ്റ്റി എന്ന വാക്കിനർത്ഥം പൊതുമാപ്പ്. ആംനസ്റ്റി ഇന്റർനാഷണലിൻ്റെ ആപ്തവാക്യം ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. 2020 ഇന്ത്യയിൽ പ്രവർത്തനം അവസാനിപ്പിച്ച അന്താരാഷ്ട്ര സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ.